പുറത്തു പോയി വരുന്ന വഴിയാണിത്. അപ്പോൾ പെട്ടെന്നൊരു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നി. ഇന്ന് അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ നല്ലോണം വെള്ളമൊക്കെ കുടിക്കണം, നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം, ഡീഹൈഡ്രേഷൻ വരാനായിട്ട് സമ്മതിക്കരുത്. അതിൻ്റെ കൂടെ തന്നെ കുറേ മിണ്ടാപ്രാണികൾ നമ്മുടെ റോട്ടിലുണ്ട്. അവർക്കും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചാൽ അത്രയും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മളും ഈ തണല് നോക്കി നടന്നൊക്കെ പോവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മിണ്ടാപ്രാണികളും ഈ ഇത്രയും ചൂട് വരുമ്പോൾ അവരും ചിലപ്പോൾ ഈ തണലത്ത് കിടക്കുന്നത് ചിലപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മളുടെ വണ്ടിയുടെ അടിയിലായിരിക്കും, തണൽ നോക്കിയായിരിക്കും അവരിങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടി പോകുമ്പോഴോ അവർ കിടക്കുന്ന സൈഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുവാണെങ്കിലും പിന്നെ അവർ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു ഇത് കണ്ടു. ഒരു പട്ടിക്കുട്ടി, അതിൻ്റെ ഒരു കാലില്ല. അപ്പം അതെന്താ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു രാവിലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് വണ്ടികളുടെ അടിയിൽ ഇവർ കിടന്നുറങ്ങുന്നതും ഒക്കെ ചൂടായതുകൊണ്ടാണ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ, തണലത്ത് നമ്മളും ഇത്രയും ഭയങ്കര ചൂടത്തൊക്കെ പോകുമ്പോൾ നമ്മളൊരു തണൽ കാണുമ്പോൾ നമ്മളൊന്ന് കയറി നിൽക്കും. അതുപോലെ തന്നെ അവരുടെ കാര്യം കൂടെ നിങ്ങളൊന്ന് നോക്കണേ. താങ്ക് യു, ബൈ.